ഉമ്മറപ്പടിയിൽ നിൽക്കരുത്, ഇരിക്കരുത്, അതായത് കട്ടിളപ്പടി, വാതിൽപ്പടി എന്നൊക്കെ പറയില്ലേ, അവിടെ അങ്ങനെ ഇരിക്കരുത് എന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? നമുക്കത് എന്തുകൊണ്ടാണെന്ന് നോക്കാം കേട്ടോ. നരസിംഹം ഈ ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ടാണ് ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അകത്തിരിക്കണം അല്ലെങ്കിൽ പുറത്തിരിക്കണം, ആ ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് എന്നാണ് പറയുക. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, മഹാലക്ഷ്മിയുടെ ഇരിപ്പിടാണ് ഈ വാതിൽപ്പടി എന്ന് പറയുന്ന സ്ഥലം. മഹാലക്ഷ്മിക്ക് വലിയ ഇഷ്ടമാണെന്ന് അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ അവിടെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. രാവിലെയും വൈകിട്ടും അടിച്ചുവാരി തുടയ്ക്കുന്നൊക്കെ സമയത്ത് ഈ ഉമ്മറപ്പടിയൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചിടണം എന്നാണ് പറയുക. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ, അതായത് പെൺകുട്ടികൾ ഒരു വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ വാതിൽപ്പടി ചിരിക്കും എന്നാണ് പറയുന്നത്. പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് പറയുക. കാരണം അവരാണ് എല്ലാ ദിവസവും അടിച്ചുവാരി വൃത്തിയാക്കി അതിന് വിളക്കൊക്കെ കൊളുത്തി, അത് പെൺകുട്ടികളാണല്ലോ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഈ അടുക്കള, ഈ ഉമ്മറപ്പടിയൊക്കെ, ഈ വാതിൽപ്പടിയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മറപ്പടിയൊക്കെ ചിരിക്കുന്നതാണ് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായതുകൊണ്ടാണ് അവിടെ നമ്മൾ കയറി ഇരിക്കരുത്, വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറയണത്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, അവിടെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ അതിലൂടെ ആരെങ്കിലുമൊക്കെ അകത്തേക്കും പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് തട്ടി വീഴാനും അതിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ അതൊക്കെ താഴെ വീഴാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു കാരണം കൂടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഈറൻ ചുറ്റിയിട്ട് പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അതായത് ഈറൻ കൊടുക്കുക, ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പലരും ദിവസേന കുളിച്ചു തൊഴുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ വിഷ്ണുവൊക്കെ എല്ലാ ദിവസവും കുളിച്ച് തൊഴാറുണ്ട്. അങ്ങനെ തൊഴുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനെ തൊഴാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിട്ട് വേണം പോകാനായിട്ട്. മനസ്സ് നമ്മൾ തന്നെ ശുദ്ധമാക്കേണ്ടതാണ് നാമമൊക്കെ ജപിച്ചുകൊണ്ട്. ശരീരം ശുദ്ധമാക്കുന്നത് കുളിക്കുന്നതിലൂടെയാണ്. അത് നല്ല കോടി വസ്ത്രങ്ങളൊക്കെ ചുറ്റിയിട്ട് പോകണമെന്നാണ് പറയുക. എല്ലാ ദിവസവും കോടി എടുക്കാനായിട്ട് പറ്റില്ലല്ലോ, ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോടിയല്ലാതാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നനച്ച് കുളിച്ചിട്ട് വേണം പോകാം. ആ ഈറനോട് കൂടിയിട്ട്, പിഴിഞ്ഞിട്ട് ആ നനവോട് കൂടിയിട്ട് പോകൂലോ. അങ്ങനെ പോകുമ്പോൾ ശുദ്ധമാകുന്നതാണ് പറയുക. മനസ്സും ശരീരവും ഒരേപോലെ ശുദ്ധമാകും. വേറെ എവിടെയും നമ്മൾ കയറുന്നില്ല, വേറെ ആരെയും തൊടുന്നില്ല. ആ ശുദ്ധത്തോട് കൂടിയിട്ട് ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ടാണ് ഈറൻ എടുത്തുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടികളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.